ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാനിന്ന് പോകുന്നത് എവിടെയാണെന്നോ, ഞാനിന്ന് പോകുന്നത് ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ഇന്ന് ആനകൂട്ടാണ്. അപ്പോൾ അവിടേക്കാണ്. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അവിടെ ഏതൊക്കെ ആനകൾ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ശബ്ദവിവരണം ശൈലേഷേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. എത്ര ആനകളാണ്, ഏതൊക്കെ ആനകളാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. അത് അവിടെ പോയിട്ടേ അറിയാവൂ. ഇപ്പോൾ 8 മണിക്കാണ് ചടങ്ങ് വെച്ചിരുന്നത്. ഇപ്പോൾ 9 മണിയായി. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. സംഭവം സമയം കഴിഞ്ഞു കേട്ടോ. അവർ പറഞ്ഞ സമയം കഴിഞ്ഞു. പക്ഷേ ആനോട്ട് തുടങ്ങിയിട്ടില്ല. ഗജവീരന്മാരൊക്കെ എത്തുന്നേ ഉള്ളൂ. പുത്തങ്കുളം അനന്തപത്മനാഭനാണ് ഈ പോകുന്നത് കേട്ടോ. ബാക്കി ആനകളൊക്കെ അങ്ങ് മുകൾ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടെ 2 ആനകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇവരും താഴോട്ട് ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആളുകൾ വരുന്നതേ ഉള്ളൂ. ഗജവീരന്മാരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയാണ് ആനകൂട്ട് നടത്തുന്നത്. സംഭവം ഇവിടെയൊന്നും വലിയ ആളുകളില്ല. ആൾക്കാർ താഴോട്ട് നിൽക്കുവാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലും ഒരു ക്ഷേത്രമുണ്ട്, താഴെ ഒരു ക്ഷേത്രമുണ്ട്. ഈ മെയിൻ ക്ഷേത്രം ഏതാണെന്ന് അറിയത്തില്ല. ഗജവീരന്മാർ വരിവരിയായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ് കേട്ടോ. സംഭവം ചാത്തന്നൂർ ജംഗ്ഷനിലാണ് വരുന്നത്. ഈ റോഡ് ചെന്ന് കയറുന്നത് ചാത്തന്നൂരാണ്. അവിടെ നിന്നാണ് വരുന്നത്. പ്രവചനങ്ങൾക്ക് അതീതമായി എണ്ണം പറഞ്ഞ 10-ൽ പരം ഗജരാജാക്കന്മാർ അമ്പാടി ബാലൻ, മീനാട് കേശു, പുത്തൻകുളം ഗജവീരന്മാരെ ആദ്യത്തെ ആ മുകളിലുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ തൊഴിപ്പിച്ചിട്ട് അവിടെ നിന്ന് റൗണ്ട് അടിച്ച് താഴെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എല്ലാ ഗജവീരന്മാരും വന്ന് വണങ്ങുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഗജവീരന്മാരും താഴെയുള്ള ക്ഷേത്രത്തിൽ വന്നിട്ട് വണങ്ങിയിട്ട് അവിടെ വരിവരിയായിട്ട് നിൽക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് മുകളിൽ ശൈലേഷേട്ടൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നാണ് എൻട്രി. സംഭവം ഇവിടെ നിന്നാണ് ഇവരുടെ പേര് പറയുന്ന സമയത്ത് ഇവരുടെ ടൈം ആകുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡിനോട്ട് നിൽക്കാനാണ് ഇപ്പോൾ ഗജവീരന്മാരെല്ലാം താഴേക്ക് വന്നത്. ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോയി നിൽക്കാനായിട്ട് പോവുകയാണ്.
ഭദ്രദീപം തെളിയിക്കുകയാണ്. വിശിഷ്ടാതിഥികളുമുണ്ട്. ഇവിടെ ഗജപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കുവാണ് തന്ത്രി. ഗജവീരനും ഗജപൂജയ്ക്കായി തയ്യാറായി നിൽക്കുവാണ്. അമ്പാടി ബാലൻ ഇവിടെ ഈ ആനയൂട്ടിന് നേതൃത്വം കൊടുക്കും. അതെ, ഈ മഹനീയമാകുന്ന ആനയൂട്ടിലേക്ക് ഇതാ ആദ്യമായി കടന്നു വരുവാൻ ഒരുങ്ങുകയാണവൻ. ശ്രീ ഭൂതനാഥന് വഴിപാടായി ത്രിലോകപതി സമർപ്പിക്കുന്ന ആനയൂട്ടിലെ വേറിട്ട സൗന്ദര്യം ഇതാ. അണിഞ്ഞൊരുങ്ങി വന്നാൽ ആവേശം നിറയ്ക്കാൻ താൻ തന്നെ മതിയെന്ന് തെളിയിച്ച ഒന്നാം തരം വീരകേസരി. ഒത്തിരി ആവേശം താരമായി അവതാരം കൊള്ളുന്ന ശ്രേഷ്ഠ നായകൻ ഇതാ ഈ നാടിനെ ആവേശമുഖരിതമാക്കി ഇവിടെ ഗജപ്പെരുമ നിറയ്ക്കാൻ കടന്നു വരികയാണവൻ. ദേശത്തിന്റെ ആവേശം, ദേശനാഥന്റെ മഹോത്സവവും കൂടുവാൻ ചാത്തന്നൂരിൽ പലകുറി വന്ന ചരിത്രമുള്ള ഗജപ്പിറവി ഗജരാജൻ പ്ലാക്കാട് കണ്ണന്റെ വരവ്, പിടിച്ച് കണ്ണന്റെ വരവ്. പേരുകേട്ട കൊല്ലത്തിന്റെ പെരുമയ്ക്കും അഭിമാനത്തിനും തിലകം തൊടുപ്പിക്കുവാൻ അവതരിച്ച പ്ലാക്കാട് കണ്ണൻ യുഗയുഗാന്തരങ്ങളുടെ ചരിത്രം പറയുന്ന നാട്ടിൽ നിന്നും തെക്കൻ മണ്ണിലേക്ക് കടന്നു വന്ന അതേ കണ്ണൻ ഏതൊരു കാലത്തും തെക്കൻ നാട്ടിലെ ഉത്സവ പെരുമകളിൽ ഒഴിച്ചുകൂടാനാകാത്ത സൗന്ദര്യമായിട്ടിതാ കണ്ണന്റെ വരവ്. എഴുന്നള്ളി നിന്ന വേദികളിൽ ഏഴഴക് തീർത്ത ചരിത്രമുള്ള
സൂരനും സാരഥി മാർഗം ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ സ്വാമിയുടെ മണ്ണിലെ ആനയോട് കൂടുവാൻ സ്വാഗതം. ത്രിലോകപതിയുടെ സ്വാഗതം, സുസ്വാഗതം. കുടികൊള്ളുന്നവൻ നാലുകരക്കാരുടെയും സ്നേഹഭാജനം നുകർന്ന നാടിന്റെ നാഥനായ ഭഗവാന് പീഠം തീർക്കുന്നവൻ, നാടെങ്ങും നിറയുന്ന ആഘോഷത്തിന്റെ നടുവിൽ നായകത്വത്തിന്റെ ഗജമുഖമായി നിലകൊള്ളുന്ന ധീരചക്രവർത്തി. അതെ, ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിന് പോലും തടുത്തു നിർത്തുവാൻ കഴിയാത്ത ആവേശം നായകൻ ചന്തുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ വരുന്നു. നാലുകരയ്ക്കും നാഥനായ പൊന്നു കുഞ്ചാച്ചമന്റെ ആരോമൽ പുത്രൻ കടന്നു വരികയാണവൻ. ഗജദന്ത കേസരി ശക്തികുളങ്ങര രാജേശ്വരൻ. യുഗയുഗാന്തരങ്ങളുടെ ചരിത്രം പറയുന്ന ശക്തികുളങ്ങരയിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന വീരവിസ്മയമാണിവൻ. ഒരു കാലത്ത് തെക്കൻ നാട്ടിലെ ഉത്സവ പെരുമകളെ ഒഴിച്ചുകൂടാനാകാത്ത സൗന്ദര്യം, എഴുന്നള്ളി നിന്ന വേദികളെ ഏഴഴക് തീർത്ത ചരിത്രമുള്ളവൻ. വീണ്ടും ഒരാവേശത്തിന്റെ തിരയേറ്റം കൊല്ലത്തിന്റെ മണ്ണിൽ അലയടിക്കുമ്പോൾ ഇതാ കടന്നു വന്നിരിക്കുകയാണ് ശക്തികുളങ്ങര നാടിന്റെ മാനസപുത്രൻ, ശ്രീ ധർമ്മശാസ്താവിന്റെ ആരോമൽ പുത്രൻ, ശക്തികുളങ്ങര രാജേശ്വരനും സാരഥി മാർഗം. ഈ വിരുന്നോട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പൂരഭൂമികൾക്ക് വസന്തം പകർന്ന ഗജക്കില്ലാടി. അതെ, തെക്കൻ നാട്ടിലെ എണ്ണം പറഞ്ഞ പൂരങ്ങളിലെല്ലാം നിറസാന്നിധ്യമായും പൂരങ്ങളുടെ പൂരത്തിന് വരെ ആവേശമായും നിറഞ്ഞവൻ മാധവൻകുട്ടി. ശ്രീ ഭൂതനാഥന്റെ തിരുസന്നിധിയിൽ ധന്യമാക്കി ത്രിലോകപതി ആനയൂട്ടൊരുക്കുമ്പോൾ ഈ ആവേശത്തിലേക്ക് ചുവടുവെച്ച് കടന്നു വരികയാണവൻ ഗജരാജൻ, പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മാധവൻകുട്ടി. പേരും പെരുമയും നിറഞ്ഞ വീരന്മാരെ മഹിമയുള്ള മലയാളം പഠിപ്പിച്ച തെക്കിന്റെ താരതമ്പുരാൻ കടന്നു വരുന്നു. ചുണയും ചുറുചുറുക്കും ആവോളമുള്ള ദേശിംഗ നാടിന്റെ ഐശ്വര്യ ശ്രീമാൻ. ഏറ്റെടുക്കുന്ന പൂരങ്ങളിലെല്ലാം തന്റെ ഇടത്തോടെ നിലകൊള്ളുന്ന ഗജസേനാനി. ആനയൂട്ടൊരുങ്ങുന്ന ചാത്തന്നൂരിന്റെ മണ്ണിൽ ആവേശം നിറച്ചുകൊണ്ട് എഴുന്നള്ളി വരികയാണവൻ. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചെറുതല്ലാത്ത പ്രൗഢിയുടെ സിംഹാസനമേറിയ തെക്കൻ തുർക്കി വടക്കും നാഥന്റെ തട്ടകത്തിലൂടെ വടക്കൻ കേരളം കണ്ടു മോഹിച്ച അനന്യ സൗന്ദര്യം. എത്തുന്ന മണ്ണിൽ നിത്യം വിളങ്ങാൻ ഏഴഴക് ധാരാളമെന്ന തെക്കൻ മണ്ണിൽ തന്നെ തെളിയിച്ചവൻ. ഉറച്ച പാരമ്പര്യവും മികച്ച പരിചരണവും കൊടുത്ത് ആമ്പാടി ഗ്രൂപ്പ് കാത്തു സൂക്ഷിക്കുന്ന മാതംഗ മാണിക്യം. ഇതാ അവതാരമാവുന്നു അവൻ, ഗജകേസരി ആമ്പാടി മാധവൻകുട്ടിയുടെ വരവ്. കാലം കൊതിക്കുന്നൊരു രാജകുമാരന്റെ കടന്നു വരവൊരുങ്ങുന്നു. അനന്തപുരിയുടെ ആവേശങ്ങൾക്ക് മികവിന്റെ ഗജപ്പെരുമ ചാർത്തുവാൻ സൗന്ദര്യ തിലകമായി നിലകൊള്ളുന്നവന്റെ വരവൊരുങ്ങുന്നു. കന്നഡ മണ്ണിന്റെ മടിത്തട്ടിൽ നിന്നും മലയാള മണ്ണിന്റെ ഹൃദയ ശ്രീലകത്ത് കോടുകൂട്ടിയ കരിവീര സൗന്ദര്യം. കുംഭി മുഖശ്രേഷ്ഠൻ ഇലകമൻ ശിവം ലക്ഷ്മി അയ്യപ്പൻ. മടിയറോ വയ്ക്കാത്ത ചങ്കൂറ്റത്തിന്റെ കുന്തമുളകൾ ചീകി മിനുക്കിക്കൊണ്ട് കടന്നു വരികയാണവൻ. കന്നഡ നാടിന്റെ സൗന്ദര്യ പെരുമകളെ പെരുമാറുടെ കേരളത്തിന് സാക്ഷ്യം വഹിച്ച മലയാള മണ്ണിൽ തെക്കൻ നാടിന്റെ തിലകമായി നിലകൊള്ളുന്നവൻ. കറുകറുത്ത സൗന്ദര്യത്തിന്റെയും കടന്നു വരികയാണ് അയ്യപ്പൻ. ഈ നാട് കൊതിക്കുന്ന ആവേശത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ത്രിലോകപതി യുവജന സംഘം ആനയൂട്ടൊരുക്കുമ്പോൾ ഈ ആനയൂട്ടിന്റെ ഭാഗമായി അവതരിക്കുന്നു അയ്യപ്പൻ. ധീരനെന്നും വിരുദനെന്നും വില്ലാളി വീരനെന്നും കാലം കാതിൽ പേര് ചൊല്ലി വിളിച്ചവൻ. പൊന്നുമണികണ്ഠന്റെ നാമധേയവും കൂടി ഉത്സവ മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ. ചരിത്രം തന്റെ സിരകളിൽ തുടിക്കുന്ന ആവേശത്തിൽ പുതുപ്പേര് കേരളമെന്ന വാസിയുള്ള ഗജതാരകൻ. ലക്ഷ്മി ഗ്രൂപ്പിന്റെയും അനന്തപുരിയുടെയും അഭിമാനമായ ഗജരാജൻ. കാലത്തിന്റെ ആവേശങ്ങൾ നിലയ്ക്കാത്ത ആനക്കമ്പവും നിലനിന്ന് വരുന്ന ആചാരങ്ങളും ഹൃദയത്തിലേറ്റിയ മണ്ണിൽ ചുവടുവച്ചു നിൽക്കുവാൻ ഇലകമണ്ണിലെ ആൺകുട്ടി വരികയാണ്. കാലം കൈകൂപ്പിയ കരിവീര രാജാക്കന്മാർ രാജപിറവി കൊണ്ട് കന്നഡ മണ്ണിൽ നിന്നും മലയാള നാടിന് പകർന്നു കിട്ടിയ പുണ്യം വരികയാണ്. സ്ത്രീയോടെ വാഴുന്ന ശ്രീ പത്മനാഭന്റെ നാട്ടിൽ തീഷ്ണ സൗന്ദര്യത്തിന്റെ തീരാ മാറ്റലി പകരുന്ന ചന്തം. അരനിമിഷം കൊണ്ട് ആരാധകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഈ ശിവം ലക്ഷ്മി ഗ്രൂപ്പിന്റെ അഭിമാനവും തെക്കൻ മലയാളത്തിന്റെ തിലകത്തിൽ
അഴകിന്റെ പുതിയ വാദിയ ചരിത്രമുള്ളവൻ, ദേശിംഗനാടിന്റെ ധീരഭൂമിയിൽ നിന്നും വേറിട്ട വാസിയോടെ വളർന്നു വന്ന വടക്കൻ ഗജപ്പിറവി, വടക്കൻ മണ്ണിൽ പിറന്നു വീണ് വാളയാർ ചുരം കടന്നു വന്ന് ആന കേരളത്തിൽ ചുക്കാൻ പിടിക്കാൻ വന്നിറങ്ങിയവരിൽ പ്രമുഖൻ, വലം ചുറ്റി ഒഴുകുന്ന പമ്പയാറിൻ തീരത്തും വംശപാരമ്പര്യത്തിന്റെ കഥകൾ പറയുവാനുള്ള തെക്കൻ തട്ടകത്തിന്റെ ശ്രീലകത്തും ആവേശത്താൽ താരമായവൻ, നിളയൊഴുകുന്ന നാട്ടിലെല്ലാം നിരവധി ആരാധകർ കാത്തിരിക്കുന്ന ഗജവസന്തം, നെയ്യാറ്റിൻകര മുതൽ ഇങ്ങോട്ട് നേരൊഴുകുന്ന പൂരങ്ങളിൽ താരമായി നിറയുന്ന പൂരകുലപതി വരികയാണ് കൂട്ടരെ. വീരന്മാരെ തന്നെ വരവേറ്റ് ശീലിച്ച മണ്ണിൽ അഴകിന്റെ താരനായകനായി നിലകൊള്ളുവാൻ കടന്നു വരുന്നു അർജുന പ്രജാപതി പുത്തൻകുളം അർജുന. ഉത്സവ കേരളം കീഴടക്കുവാൻ ഇറങ്ങുന്ന ഉറച്ച വാഗ്ദാനങ്ങളിൽ ഒരുവൻ വരികയാണ്. ചരിത്ര വിശ്വാസങ്ങളുടെ വിളനിലമായ ചാത്തന്നൂരിന്റെ ഹൃദയഭൂമിയിൽ ത്രിലോകപതിയുടെ ആനയൂട്ട് കൂടുവാൻ മീനാടിന്റെ എണ്ണം പറഞ്ഞ യുവരാജാവ്, യുവകേസരി മീനാട് കേശു. പുതുമയും പെരുമയും വിളിച്ചോതി തെളിയിക്കേണ്ടുന്ന വേദികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് കാലം വിധിയെഴുതിയ കേശു ചരിത്ര ഭൂമികളിലെ മഴവിലൂടെ തികവാർന്ന യൗവനവുമായി കടന്നു ചെല്ലുമെന്ന് തെക്കൻ നാടിന് വാക്കു കൊടുത്ത കേശു, ആരും കൊതിക്കുന്ന സൗന്ദര്യത്തിന്റെയും ആരവ പെരുമകളുടെയും നിറപര്യായമായ ഗജസ്വരൂപം ഇവൻ. തെക്കൻ മലയാളത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉത്സവ കേരളത്തിന്റെ ഹൃദയം കീഴടക്കുവാൻ കച്ചമുറുക്കി ഇറങ്ങുന്ന യുവരത്നം, യുവരാജകേസരി മീനാട് കേശു. നാളെയുടെ സദസ്സുകളിൽ നായകത്വം തന്റെ പേരിലും കുറിക്കുമെന്ന് അടിപൊളിയിട്ട് തെളിയിച്ച രാജകുമാരനിത, ആനയടി തമ്പുരാന്റെ ആഘോഷ പ്രപഞ്ചത്തിൽ അലങ്കാരത്തിന്റെ നിറസാന്നിധ്യമായവനിത, നിലയ്ക്കാത്ത ആരവങ്ങൾ തനിക്കായി ഒരുങ്ങി നിൽക്കുമെന്ന് ഉത്സവ മലയാളത്തോട് ഉറക്കെ പറഞ്ഞവനിത, യുവരാജകേസരി മീനാട് കേശുവിനും സാരഥി മാർഗം ത്രിലോകപതി ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. നിയോഗങ്ങൾ മാടി മാടി വിളിച്ചപ്പോഴും തെക്കും വടക്കും താരമായി നിറഞ്ഞു നിന്ന് ചരിത്രം കുറിച്ചിട്ടവൻ, അക്കരെ കൊട്ടിയൂരിൽ വാഴുന്ന പെരുമാളിന് ശിരസിൽ സിംഹാസനം ഒരുക്കി സൗഭാഗ്യത്തിന്റെ വൈശാഖ മഹോത്സവം കൂടിയവൻ, ആനന്ദദായകനായ ശ്രീ ഭൂതനാഥ സ്വാമിയുടെ മണ്ണിലേക്ക് ത്രിലോകപതി യുവജന സംഘത്തിന്റെ ക്ഷണം സ്വീകരിച്ച് സാരഥി വടക്കൻ ബിനുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ. പുതിയ പൂരക്കാലത്തെ പെരുമയോടെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന തെക്കൻ മലയാളത്തിന്റെ ഗജക്കില്ലാടി, ഗജകേസരി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവൻ. കാലത്തിന്റെ കാലപ്രശ്നത്താൽ കരുത്തുറ്റ നിയോഗത്താൽ ശിരസിൽ ചൂടിയ ധീര ചക്രവർത്തി, സ്വാഭാവിക സൗന്ദര്യത്തിന്റെ പെരുമയുമായി തെക്കൻ മലയാളത്തിന്റെ വേദികളെല്ലാം സ്ഥിര സാന്നിധ്യം ഊട്ടിയുറപ്പിച്ചവൻ, തിരുനക്കര പകൽ പൂരത്തിനും ആനയടി പെൺപൂരത്തിനും ആവേശം സൃഷ്ടിച്ച ചരിത്രമുള്ളവൻ, ആണുങ്ങൾ വാഴുന്ന പടക്കളങ്ങളിലെ ആരവത്തിന്റെ സൗന്ദര്യ ശ്രീമാൻ, ശ്രീ പത്മനാഭന്റെ നാട്ടിലെ ആഘോഷങ്ങളിൽ മിന്നും താരമായി തിളങ്ങി നിന്നവൻ, പുത്തൻകുളത്തിന്റെ ആവേശങ്ങളിൽ ഒരു കാലത്തും മറക്കാത്ത നാമധേയമുള്ളവൻ, അക്ഷരനഗരി കടന്ന് ദേശിംഗ നാടിന് സ്വന്തമായ സൗമ്പാടി മഹാദേവനും സാരഥി മാർഗം ചാത്തന്നൂർ ആനയൂട്ടിലേക്ക് 1000 സ്വാഗതം, സുസ്വാഗതം. അനന്തപത്മനാഭൻ കാത്തിരിക്കുന്ന ഉത്സവ വേദികൾക്ക് കനകപ്രഭയുള്ള പൂരക്കാലം സമ്മാനിക്കുവാൻ വടക്കൻ ഭാരതം കടന്നു വന്നവൻ, വീരന്മാരുടെ പാദമുദ്രകളാൽ ലോക ശ്രദ്ധയാകർഷിച്ച പുത്തൻകുളത്തിന് നിറപുതുമയുടെ വസന്തം പകർന്നവൻ, കൊടുമുടികളുടെ വരവിനും മികച്ച പടയോട്ടത്തിനും സാക്ഷ്യം വഹിച്ച മണ്ണിലെ യുവത്വത്തിന്റെ നേർരൂപം, ചെറുപ്രായത്തിന്റെ ഇടനാഴിയിൽ തന്നെ വിജയ കിരീടങ്ങളുമായി മലയാള ഗജഭേരി നുകർന്നവൻ, മാറ്റങ്ങളില്ലാത്ത പോരാട്ടങ്ങളിലേക്കും മാറ്റിമറിക്കേണ്ടുന്ന ചരിത്രങ്ങളിലേക്കുമായി പുത്തൻകുളം കരുതുന്ന വജ്രായുധം, പുതുമഹിമകളുടെ പോരാട്ടങ്ങൾ മലയാള വാദങ്ക ലോകം വാഴ്ത്തിപ്പാടുന്ന നാമധേയം. അതെ, സിന്ദൂര കുലപതിമാരുടെ സൗന്ദര്യ സീമകൾക്ക് പരിധിയില്ലാത്ത ആവേശം പകരുവാൻ ചാത്തന്നൂർ ഒരുങ്ങി നിൽക്കും, രചിക്കാൻ ഒരുങ്ങുന്ന തെക്കൻ നാടിന്റെ കൊടുമുടി, സഹ്യധാര്യങ്ങൾക്കിടയിലും സർവ്വ സൗന്ദര്യത്തിന്റെ പ്രതാപിയായി തിളങ്ങുവാൻ
നേരായ പോരാട്ടത്തിന്റെ താരമൂല്യം കാണിച്ചു കൊടുത്ത ബാലൻ, പോരാളികൾക്ക് സ്ഥാനമുള്ള പൂര മലയാളത്തിന്റെ വടക്കൻ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ബാലൻ, ചിന്തിച്ചു ശീലിച്ച ആവേശത്തിനപ്പുറം ചിട്ടയായ പോരാട്ടത്തിന്റെ ചരിത്രം രചിച്ച ബാലൻ, ആനയടിയുടെ ആവേശ സാഗരത്തെ ആവോളം കോരിത്തെറിപ്പിച്ച ചരിത്രമുള്ള ബാലൻ, അനന്തപുരിയിൽ അടുത്ത തലമുറയുടെ ആവേശ പോരാട്ടം പലകുറി തെളിയിച്ച് ശീലിച്ച ബാലൻ, ദേശിംഗ നാടിന്റെ വജ്രായുധമായി ദേശദേശാന്തരങ്ങൾ കീഴടക്കുന്ന ബാലൻ, അക്ഷരനഗരിയുടെ മിന്നും വേദികളിൽ അക്ഷരം തെറ്റാത്ത ആവേശത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ബാലൻ, ഒരുക്കുന്ന ആനയോടിലെ അടങ്ങാത്ത ആവേശം, ഇത് വെല്ലുവിളികളെ തെല്ലും ഭയക്കാത്ത വില്ലാളി വീരന്റെ രംഗപ്രവേശം, ഇവൻ ഒരേ ഒരു യുവരാജ രൗദ്ര സൂര്യൻ, ഒരേ ഒരു യുവരാജ ക്ഷത്രിയൻ, ഉലക നായകന് ശേഷമുള്ള പാലകാപ്പി ഗജപതി, പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി ബാലൻ. പോരാട്ടം കാണാൻ കൊതിക്കുന്നവരെ കോരിത്തെറിപ്പിച്ച് തെക്കൻ കേരളത്തിന്റെ മടിത്തട്ടിലേക്ക് ക്ഷണിക്കുന്ന ബാല, കരിവീര കേരളത്തിന്റെ മടിത്തട്ടിൽ പരിധിയില്ലാത്ത ആവേശത്തിന്റെ വിശ്വവിജയം കുറിക്കുന്ന ബാല, ഏത് മണ്ണിന്റെ മടിത്തട്ടിലും ആവേശത്തിന്റെ പര്യായം ചരിത്രമാക്കി തീർക്കുന്ന ഒരേ ഒരു ബാല, എതിര് പറയുവാനും എതിർത്ത് തോൽപ്പിക്കുവാനും മുസിലുള്ളവരുണ്ടോ എന്നുറച്ചു ചോദിക്കുന്ന ബാലാവതാരം, കാത്തിരിക്കുന്ന നാവുകൾക്ക് കരുത്തുകൊണ്ട് മറുപടി പറയുവാൻ ഇവിടെ ഒരുങ്ങുന്നു കൂട്ടരെ ബാലാവതാരം. ഇവൻ നാലാള് കൂടുന്ന മണ്ണിൽ നട്ടല്ല വിളച്ച ശീലമില്ലാതെ നായകനായ ബാലൻ, നാട് കീഴടക്കാൻ താൻ ഇവിടെയുണ്ടെന്ന് നാട്ടിലേക്ക് വരുന്നവർക്ക് തെളിയിച്ചു കൊടുത്ത ബാലൻ, വിരുന്ന് വരുന്നവർക്കും വീരേതിഹാസം മുഴക്കുന്നവർക്കും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുവാൻ പോന്ന ആണത്തത്തിന്റെ ബാലൻ, തെക്കൻ മലയാളത്തിന്റെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി ബാലൻ. നിവേദ്യക്കൂട്ടുകളുടെ ചോറുകളായി നൽകുമ്പോൾ, ഫലപൂലാദികൾ നൽകുമ്പോൾ അതിൽ മുഴുവൻ സജ്ജനങ്ങളും മേളപ്പെരുമ്പറ മുഴക്കും തെക്കൻ കേരളത്തിന്റെ എണ്ണം പറഞ്ഞ വാദ്യപ്രമാണി, കലാനിധി, കലാഭാരതി, സർവശ്രീ രാജീവ്.
ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിലെ ആനകൂട്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം നല്ലതുപോലെ കാണാൻ പറ്റും. ഞാൻ വന്നത് താമസിച്ചാണെങ്കിലും പരിപാടി തുടങ്ങിയപ്പോഴേ തന്നെ അവർ പറഞ്ഞ സമയത്തല്ല, അത് ആന നടത്താനുള്ള സമയം എടുത്തതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സംഭവം അന്തരീക്ഷമൊക്കെ നല്ല രീതിക്ക് ആയിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു കാണാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ കർക്കിടകത്തിന് മുമ്പ് ഒരു ആനകൂട്ട് അത് പ്രതീക്ഷിക്കാത്തൊരു പരിപാടിയായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു പരിപാടിയായിരുന്നു. കൂടാതെ ഗജപൂജ ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ പറ്റി. കൂടാതെ ശൈലേശ്വരനെ കാണാൻ പറ്റി. ഗജവിവരണം കേൾക്കാൻ പറ്റി. വളരെയധികം സന്തോഷമാണ്. പിന്നെ ക്ഷേത്രത്തിൽ വരാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.